നമ്മൾ പറയുമല്ലോ ഈ യജമാനൻ വളർത്തുന്നതായ അംഗത്തെ വളർത്തുന്നതായ കാവൽ നായ അത് അങ്ങനെ യജമാനനോട് അങ്ങേയറ്റത്തെ യജമാന ഭക്തി കാണിക്കും. ആ യജമാനൻ ഏതെങ്കിലും വിധത്തിലുള്ള അത്തരത്തിൽ മതിൽ ചാടുകയോ വഴിവിട്ട പ്രവൃത്തി ചെയ്യുകയോ അത്തരത്തിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്താൽ കാവൽ നായ കാണില്ല, കണ്ടാലും കണ്ണടയ്ക്കും, വാലാട്ടി കിടക്കും, ഒരു കാരണവശാലും ആ കാവൽ നായ കുരയ്ക്കില്ല എന്നുള്ള നിലയിലേക്ക് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ എന്താ കൊണ്ടുപോയി നിങ്ങൾ കോടതിയിൽ കേസ് കൊടുക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നതിനെ സംബന്ധിച്ചപ്പോൾ ഇവിടെ പറഞ്ഞു. ഷാബു ആണല്ലോ ചോദിച്ചത്. ഓർമ്മയുണ്ടോ ഈ 2004 ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മൂവാറ്റുപുഴയിൽ അന്ന് NDAയുടെ സ്ഥാനാർത്ഥി കേരളത്തിൽ ആദ്യമായി വിജയിച്ചു അല്ലേ? ജെയിംസിന് നല്ല ഓർമ്മയുണ്ടാവും. 529 വെറും 529 വോട്ടിനാണ് ഞങ്ങളുടെ അഡ്വക്കേറ്റ് സഖാവ് ഇസ്മായിൽ അന്ന് പരാജയപ്പെട്ടത്. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് സാമുദായികമായ ധ്രുവീകരണത്തിന് അത്തരത്തിൽ വർഗീയമായി വോട്ട് തനിക്ക് ലഭ്യമാക്കുന്നതിന് NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ PC തോമസ് നടത്തിയതായ ശ്രമങ്ങൾ, പ്രസംഗങ്ങൾ, അച്ചടിച്ച് നൽകിയ നോട്ടീസുകൾ, മറ്റ് മൈക്ക് അനൗൺസ്മെൻറ്റുകളുടേതായിട്ടുള്ളതിൻ്റെ ഈ ഓഡിയോ റെക്കോർഡിങ്ങുകൾ, ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ സമയാസമയം അത് പരാതിയായി ഹാജരാക്കി. യാതൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തില്ല. മുൻ കേന്ദ്രമന്ത്രിയെക്കുറിച്ചാണ്, കേന്ദ്രമന്ത്രി ഞാൻ പറയാൻ പാടില്ല, മുൻ യൂണിയൻ സഹമന്ത്രിയെക്കുറിച്ചാണ് ഞാനിത് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അസാധുവാക്കി. ഹൈക്കോടതി അങ്ങനെ വസ്തുതകൾ വെച്ച് കക്ഷികളെ വിസ്തരിക്കുന്നത് ഒരേ ഒരു കേസിൽ മാത്രമാണ്. ഇവിടെ അഡ്വക്കേറ്റ് ആണല്ലോ രഞ്ജിത്ത് മാരാറോട് ഉണ്ടല്ലോ, അത് തെരഞ്ഞെടുപ്പ് ഹർജിയിലാണ്. അതിൽ ആ തെരഞ്ഞെടുപ്പ് അസാധുവാക്കി, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമുണ്ട് എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ടാണ്. അത് അപ്പീൽ സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതിയിൽ അപ്പീലെല്ലാം കേട്ടതിന് ശേഷം സുപ്രീം കോടതി പറഞ്ഞു തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനം നടന്നിട്ടുണ്ട്. ആ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥിയുടെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അസാധുവായി പ്രഖ്യാപിക്കുന്നു. 2004 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഫലപ്രഖ്യാപനം വന്നപ്പോൾ 2009 അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പുതുതായി പാർലമെൻറ്റ് അംഗങ്ങൾ ലോക്സഭയിലേക്കെല്ലാം എത്തി. പശു ചത്ത് പാല് പിരിഞ്ഞ് ആ മോരിലെ പുളിയും പോയി.